ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. വാരപ്പെട്ടി ക്ഷീരോത്പാദക സംഘത്തിൽ നിന്നും ശീതീകരിച്ച പാൽ നേരിട്ട് മിൽമയിലെത്തിക്കുന്ന ശീതീകരണ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. മിൽമ എറണാകുളം യൂണിയൻ ചെയർമാൻ MT ജയൻ ശീതീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാരപ്പെട്ടി ക്ഷീരോത്പാദന സംഘത്തിൽ നിന്നും ശീതീകരിച്ച പാൽ നേരിട്ട് മിൽമയിലെത്തിക്കുന്ന ശീതീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. സംഘത്തിന്റെ സ്വന്തം കെട്ടിടത്തിൽ ആരംഭിച്ചിട്ടുള്ള ശീതീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും പരിസ്ഥിതി ദിനാചരണവും മിൽമ എറണാകുളം യൂണിയൻ ചെയർമാൻ MT ജയൻ നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ BMC അടുത്തുള്ള പ്രദേശമായി ഇത് കാണാൻ കഴിയും. ഇവിടെ ഇപ്പോൾ 1000 BMC വയ്ക്കുന്നത്. അജീവ് പറഞ്ഞത് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അജീവ് പറഞ്ഞത് വേറെ BMC പാലളക്കുമ്പോൾ വിലയിൽ ചില കുറവുകൾ വന്നിരുന്നു. ഇവിടെ നമ്മളളക്കുമ്പോൾ നമ്മളളക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വില ഇടാമെന്നാണ് അജീവ് വിചാരിക്കുന്നതെങ്കിൽ അജീവേ നടക്കൂല. പക്ഷേ യഥാർത്ഥ വില നമുക്ക് കിട്ടും. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ നല്ല പാല് കൊണ്ട് നടക്കണം. നല്ല പാല് കൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വില നിങ്ങളുടെ സംഘത്തിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് അങ്ങനെയല്ലേ പരിശോധിച്ച് ഇപ്പോൾ പരാതിക്ക് അടിസ്ഥാനമില്ല. ഇപ്പോൾ അവിടെ വേറെ സ്ഥലത്ത് അയക്കുമ്പോൾ പാല് മോശമാണ് അവർക്ക് പറയാം, നിങ്ങൾക്ക് നല്ല പാലാണെന്ന് പറയാം. ഇനി അങ്ങനെയെങ്കിലും ഇത് ഇവിടെ തന്നെ പരിശോധിച്ച് ഇവിടെ നിന്ന് വിലയിടുമ്പോൾ അങ്ങനെ ഒരു പരാതിക്ക് അടിസ്ഥാനമില്ല. മിൽമ ഡയറക്ടർ ബോർഡ് അംഗം PS നജീബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ക്ഷീര കർഷകർക്ക് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. മിൽമ എറണാകുളം യൂണിയൻ മുൻ ചെയർമാൻ ജോൺ തെരുവത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, പഞ്ചായത്ത് അംഗം KK ഹുസൈൻ, ഇളങ്ങവം അപ്കോസ് പ്രസിഡന്റ് നോബിയെ കൊറ്റം, മേരി തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ ഹൈസ